അവിടുന്ന് പൊട്ടിയതാ. ഒരു ബോംബൊക്കെ പൊട്ടുന്ന സൗണ്ടായിരുന്നു. ഇവിടുന്ന് പൊട്ടിയത് അങ്ങ് വരെ ഓടി. കാണിച്ചു തരാം. ഇങ്ങനെ ഒരിക്കലും കിടക്കാൻ പാടില്ല. നമ്മുടെ മരണത്തിന് തന്നെ കാരണമാകും. നമ്മൾ എന്നാ പ്ലാൻ ചെയ്താലും മൊത്തം പാളുക. ഞാൻ തൊടുപുഴ ടയർ മാറിയിട്ട് കാണാം. ഗൈസ് ഏകാന്തതയുടെ ടയറെല്ലാം മറിഞ്ഞ് പേട്ട ചെയ്തിട്ട് കാണാം കേട്ടോ. ഗൈസ്, അപ്പം കൂടംബ്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി. എന്നാ സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ പൊന്നെ, ടയർ മൊത്തം പോയി. അവിടുന്ന് പൊട്ടിയതാ. ഒരു ബോംബൊക്കെ പൊട്ടുന്ന സൗണ്ടായിരുന്നു. ടയർ പോയി കേട്ടോ, ഫുള്ള് പോയി. കഴിഞ്ഞ ദിവസം മാറിയിട്ട ടയറാണ്. എൻ്റെ പൊന്നെ, ഇപ്പോൾ കറക്റ്റ് പാലത്തേലും അനക്കാൻ പറ്റത്തില്ല കേട്ടോ. അവിടുന്ന് പൊട്ടിയതാ. ഭാഗ്യത്തിന് വണ്ടി കയ്യിൽ നിന്ന് പോയില്ല. എൻ്റെ പൊന്നെ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കറക്റ്റ് ഇത് ഇവിടെ എത്തിയപ്പോഴാണ് പൊട്ടിയത്. ഇവിടുന്ന് പൊട്ടിയത് അങ്ങ് വരെ ഓടി. എൻ്റെ പൊന്നെ, ഞാൻ ഓർത്ത് കയ്യിൽ നിന്ന് പോയെന്ന് പൊട്ടക്കോന്ന് കേട്ടു. എൻ്റെ പൊന്നെ, ഇനി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് ഗൈസ്. കറക്റ്റ് വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും വരാഞ്ഞോണ്ട് പെട്ടെന്ന് ഒതുക്കാൻ പറ്റി. ഇനി നമ്മൾ ഈ സുനാപ്ലിക്കേഷൻ ഇവിടെ കുറച്ചിടണം. എവിടെ അതായത് വരുന്ന വണ്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി, ബ്രേക്ക് ഡൗൺ ആണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഇടുന്ന ഐറ്റം ഇത്. ഗൈസ്, വരുന്നവരും പോകുന്നവരും എല്ലാം എന്നെ ദയനീയ അവസ്ഥയിലാണ് നോക്കുന്നത്. ഏകാന്തതയുടെ നിർത്തിയിട്ട് കാര്യമില്ല. ടയർ പോയി കേട്ടോ. ടയർ ഇനി കൊള്ളത്തില്ല. നമുക്ക് ജാക്കിയെ നിർത്താൻ നോക്കാം. ഗൈസ്, ജാക്കി പൊന്നെ, ലിവർ ഗൈസ്, ഇതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചാൽ അഴിയുമോ എന്നറിയത്തില്ല. കാരണം കഴിഞ്ഞ ദിവസം ചവിട്ടി മുറുക്കിയ സാധനമാണ്. സ്റ്റെപ്പിന് മാറിയിട്ടപ്പോഴത്തേക്കും ജസ്റ്റ് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. ഗൈസ്, എല്ലാ നട്ടും ലൂസായിട്ടുണ്ട് കേട്ടോ. എല്ലാം ലൂസായി. ഗൈസ്, അത് തന്നെ നല്ല കാര്യം. ചവിട്ടി കൊള്ളിച്ച പക്ഷേ ലൂസായിട്ടുണ്ട്. ഗൈസ്, റോഡിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ കോട്ടിരിപ്പുണ്ട്. അതിങ്ങനെ വിരിക്കുക, ഡ്രൈവർ ലൈഫ്സ് നടക്കുക. വണ്ടി ഇപ്പം എൻ്റെ പൊന്നും ഇതിനകത്തൂടെ കയറാൻ പതുക്കെ വന്നോണ്ട് കുഴപ്പമില്ലായിരുന്നു. അവരുടെ കട്ട ഞാൻ കൊടുത്തായിരുന്നു, അഴിച്ചു കൊടുത്താ. അത് കിട്ടാൻ ലേറ്റ് ആയതാ, പണിയായിട്ട്. ചാക്കി കൊള്ളിച്ചോട്ടോ, കാര്യമില്ല. അപ്പൊ മറ്റേ ഹൈഡ്രോളിക് ജാക്കി ആയിട്ട് വരുന്നുണ്ട്, വണ്ടിയുമായിട്ട് വരുന്നുണ്ട്. ലോഡ് മാറ്റി കയറ്റിട്ടെ കൊണ്ടുവരുന്ന ടയർ ഇട്ടോണ്ട്. ടയർ അവിടുന്ന് കൊണ്ടുവരണോ ഇനി. സ്റ്റെപ്പിനി അഴിച്ച് കട്ടയാൻ കൊടുത്തിരിക്കുവായിരുന്നു. അതായിരുന്നു എളുപ്പം. ടയർ ആള് കൊണ്ടുവരുന്നുണ്ട്, മേടിച്ചോണ്ട് പേട്ടയെന്ന് വരുന്നുണ്ട്. ഓക്കെ, അണ്ണ എവിടെ? തൊടുപുഴ. ഓക്കെ. ഓ ഗൈസ്, നല്ല നല്ല മനുഷ്യരാണ് കേട്ടോ. ഒരാൾക്കൊരാപത്തുണ്ടാകുമ്പോൾ നിർത്തി കാര്യം അന്വേഷിച്ച് ചോദിച്ചിട്ട് പോകും. പുള്ളി കോഴിവണ്ടി കേട്ടോ, തൊടുപുഴക്കാരനാണ്. കോഴിവണ്ടിയായിട്ട് വന്നു, നമ്മുടെ സെയിം വണ്ടിയാണ്, ജയം. അപ്പോൾ എന്താ സംഭവം, എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി നിർത്തിയത്. സഹായം വല്ലതും വേണം അറിയാൻ വേണ്ടി. അതെ, സ്റ്റാക്കി വെക്കട്ടെ കേട്ടോ. ഓ ഗൈസ്, അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ റോഡിൽ കിടക്കുമ്പോഴത്തേക്കും സേഫായിട്ട് എപ്പോഴും കിടക്കാവുള്ളൂ.
കാല് നീട്ടി വെച്ച് കിടന്ന അടുത്ത വണ്ടി കാല് കൊണ്ടുപോകും. കാലടുത്ത വണ്ടി കൊണ്ടുപോകും. ഗൈസ് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കൊള്ളിച്ച് നിർത്തിയാൽ മതി. ഡിസ്കിന് വലിയ വെയിറ്റ് വരാത്ത രീതിക്ക്. ഓ ഗൈസ് ഇത്തവണ ടൈറ്റ് ലോഡാവേണ്ടാണ് ഗൈസ്. ലോഡില്ലായിരുന്നേ സ്റ്റെപ്പിനിയും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതിനെ പൊക്കി മാറിയിട്ട് പോകാമായിരുന്നു. പക്ഷേ ലോഡായതുകൊണ്ട് ജസ്റ്റ് കൊള്ളിച്ച് നിർത്താനേ പറ്റത്തുള്ളൂ ഗൈസ്. പൊങ്ങത്തില്ല, പൊങ്ങും പക്ഷേ അത്ര പൊക്കിയിട്ട് കാര്യമില്ലല്ലോ. ചുമ്മാ ജാക്കിക്ക് ഇത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, സ്റ്റെപ്പിനി ഇല്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ വണ്ടിക്കടിയിൽ കയറുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ കിടക്കുന്ന സേഫായ പൊസിഷനില്ല. എന്നാ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ അതെ ഈ സാധനം കണ്ടോ, ജാക്കി നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് ഇപ്പോൾ എൻ്റെ ബാക്കി ഭാഗം അങ്ങോട്ടാണ്. ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് കിടക്കുകയാണെങ്കിൽ ഇൻ കേസ് ജാക്കി ഒടിഞ്ഞോ തെന്നിയോ വല്ലതും പോവുകയാണെങ്കിൽ ഈ സാധനം വന്ന് ഇരുത്തി നമ്മുടെ വാരിയലും എവിടെയാണോ കൊള്ളുന്നത് അവിടെ എല്ലാം തകിട് കൂടിയായി പോകും. അതുപോലെ തന്നെ ഇത് ഈ സാധനം കാണിച്ചു തരാം. ഇങ്ങനെ ഒരിക്കലും കിടക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇത് ഇങ്ങനെയും കിടക്കാൻ പാടില്ല. ജാക്കി പൊക്കുമ്പോഴത്തേക്കും ഗൈസ് ബസ് വരുന്നു ഗൈസ്. അതായത് നമ്മൾ ജാക്കി വെക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിലോ കിടക്കാൻ പാടില്ല. ഇൻ കേസ് ജാക്കി തെന്നിപ്പോയാൽ ഈ സാധനം ഫുള്ള് വന്ന് ഇരുത്തി നമ്മുടെ മരണത്തിന് തന്നെ കാരണമാകും. അപ്പോൾ എന്ത് ചെയ്യണം, നല്ല ഇടയുള്ളിടത്ത് ഇതുണ്ട്. ഇതിപ്പോൾ വന്ന് ഇരുത്തിയാലും നല്ല ഗ്യാപ്പാണ്. ഇവിടം വന്ന് ജസ്റ്റ് റോഡിൽ ഇരിക്കത്തുള്ളൂ, ഇതേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഗൈസ്. ചെറുതായിട്ടൊന്ന് പൊങ്ങി, അതേ ഉള്ളൂ. ഇനിയിപ്പോൾ അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഗൈസ്. ഓ ഗൈസ്, ഞാൻ ജാക്കി വെച്ചപ്പോഴത്തേക്കും കൈ മുട്ട് മുതൽ ഫുള്ള് കരിയും മണലും ചെളിയും. അപ്പം കൈ കഴുകാൻ നോക്കിയിട്ട് ആറ്റിലോട്ട് ഇറങ്ങാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പം ഈ വീട്ടിലെ ഒരു അപ്പച്ചനും അമ്മമ്മയും ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അതിന് ഞാൻ മോനെ വന്ന് കഴിക്കോളാൻ പറഞ്ഞു. ഗൈസ് അവിടുന്ന് കൈയും കാലും കഴുകി, കാല് കഴിയില്ല, കൈ കഴുകി റെഡിയായി. പക്ഷെ ഇവിടെ ഇറങ്ങാൻ നിൽക്കും. പക്ഷെ ഇവിടെ ഇറങ്ങാൻ വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഗൈസ്. ഈ ഫാനും കൂടി ഇല്ലായിരുന്നു, നല്ല പുഴുങ്ങി ചത്തേനെ. ഈ വണ്ടിക്ക് AC അല്ല, ജസ്റ്റ് കീ ഓണാക്കി ഇത് ഓണാക്കിയാൽ മതി. ഫാൻ മാത്രമേ ഉള്ളൂ, കാറ്റ് കിട്ടും, നല്ല തണുത്ത കാറ്റ്. വേറെ സംഭവം എന്നാന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയാണ്. അണ്ണച്ചിയോടെ ലീവ് ഉച്ച കഴിഞ്ഞ് വേറൊന്നുമല്ല, ഉറങ്ങാൻ വേണ്ടി എന്നീ താമസിച്ച് വന്നിട്ട് ഉറങ്ങാൻ വേണ്ടി ലീവ് ചോദിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ കമ്പനി വരുമായിരുന്നു. അതായത് നടക്കലും കൂടെ ഓടിയിട്ട് നേരെ പോയി ഫുഡും കഴിച്ച് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ വൈകിട്ടൊരു 9 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് ഇങ്ങനൊരു പ്ലാൻ ആയിരുന്നു. പക്ഷേ അത് മൊത്തം പാളി ഗൈസ്. നമ്മൾ എന്നാ പ്ലാൻ ചെയ്താലും മൊത്തം പാളുക. എന്നാൽ ലീവ് എടുത്ത് ഉറങ്ങാൻ നിർത്തും, അതും പറ്റിയില്ല. ഓ ഗൈസ്, അതുപോലെ തന്നെ വേറെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വഴി കിടക്കുന്ന പാലത്തിലും കൂടെ കിടക്കുന്നത്. ഗ്ലാസ് ഫുള്ളിങ്ങോട്ട് ഇങ്ങനെ വെച്ചേക്കണം. കാരണം ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി വെക്കുക, പൊടിച്ച് കയറ്റി വെച്ചേക്കുക. ഓൾറെഡി ഇതിന് ഇച്ചിരി നീളക്കൂടുതലാണ്. അപ്പോൾ അകത്തോട്ട് വയ്ക്കുവാണെങ്കിൽ ഒന്നവർ പിന്നെ പൊക്കോളൂരും. ഇടയുണ്ട്, ഞാൻ നല്ല മാക്സിമം ഞാൻ ഒതുക്കി ഇട്ടിരിക്കുന്നത്. അങ്ങനെ പൊട്ടിയപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഒതുക്കിയാണ് വന്നത്. കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ട് സൈഡിലോട്ട് പോയിരുന്നു. പിന്നെ ചാക്കി പിടിച്ചുകൊണ്ട് ഒതുക്കി. എൻ്റെ പോലെ ഗൈസ് അണ്ണച്ച് വന്നിട്ട് വിളിച്ചില്ല ഗൈസ്. അയ്യോ ബായി. ഇവരെത്തി കേട്ടോ. ഇവരെത്തിട്ട് ഇനി നമുക്ക് നോക്കണം. ഇപ്പോൾ ടയർ മാറിയിട്ട് കാണാം. ഗൈസ് 2 വലിയാക്കി വെച്ചു കേട്ടോ.
ഓ ഗൈസ് തലയിൽ പിടിച്ചു കേട്ടോ. ഗൈസ് ടയറിൻ്റെ അവസ്ഥ കണ്ടോ ഗൈസ്. നമ്മുടെ വേഗം കഴിഞ്ഞാൽ ഇത് ഫുള്ള് കളഞ്ഞേക്കുക. ചെടി ഉണ്ടാക്കിയിട്ടോ കുഴപ്പമില്ല. അതേ സമയത്ത് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് പോലടാ. ഈ സാധനം കൊണ്ട് തന്നെ സാധനം എന്ന് പറയുന്നത്. ഓ ഗൈസ് ടയറെല്ലാം മറിഞ്ഞ് പേട്ട ചെയ്തിട്ട് കാണാം കേട്ടോ. ഗൈസ് നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി എന്നാ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ പാല് കൊടുക്കണമായിരുന്നു. 40 പാക്കറ്റ് പാൽ ഇവിടെ കൊടുക്കണം. ആ കൊടുത്തിട്ട് ഇനി നേരെ പേട്ട ചെല്ലുക, നടക്കൊക്കെയുള്ള ലോഡ് കെട്ടിപ്പോണം ഗൈസ്. ഓ ഗൈസ് അങ്ങനെ നടക്കലത്തെ സെയിലെല്ലാം കഴിഞ്ഞു, ക്യാഷ് എല്ലാം എഴുതി റെഡിയാക്കി നമ്മൾ വണ്ടി എടുത്തു കമ്പനിയിലോട്ട് പോകാനായിട്ട്. പോകുന്നതിന് മുമ്പ് ഈ സാധനം ഫുള്ള് ഇവിടെ കൊടുക്കണം, ഈ ടയർ കടയിൽ. അതുപോലെ തന്നെ നമ്മുടെ പൊട്ടിയ ടയറും ഡിസ്കും കൊടുക്കണം. ടയർ അവിടെ വെച്ചു. ഇനി നമുക്ക് ഇവരുടെ ജാക്കി സംവിധാനങ്ങളെല്ലാം അവിടെ കൊടുക്കാൻ മതി. ഇത് നമ്മുടെ കേട്ടോ ഈ കട്ടത്തടി, ഈ വലിയ ജാക്കി. ഗായ്സ് അതൊരു അന്യായ ജാക്കി കേട്ടോ. ഈ ഹുക്കില്ലെങ്കിൽ പണി പാടും. ഈ ഐറ്റം എല്ലാം നമ്മുടെ. ഗായ്സ് അവരുടെ ജാക്കി കട്ടത്തടി എല്ലാ ഐറ്റവും കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് കമ്പനിയിലോട്ട് പോവാം. ഗായ്സ് കമ്പനിയിൽ പോയി ലോഡ് കയറ്റി തിരിച്ച് റിട്ടേൺ വന്നു, പേട്ടയെത്തി. ഇപ്പോൾ ഡീസൽ അടിക്കാൻ നിർത്തി ഗായ്സ്. ടാങ്കിൻ്റെ ഫുള്ളാണ് കേട്ടോ. ഗായ്സ് അതുപോലെ തന്നെ ഒപ്പിടാം കേട്ടോ. ഈ എഡ്ജ് വരെ വന്നോട്ടെ ഗായ്സ്. നമ്മൾ അടിക്കുമ്പോൾ ഫുൾ അടിക്കുകയാണെങ്കിൽ ഒരു 3300 ആ റേഞ്ച് വരും കേട്ടോ. ഓ ഗൈസ് ഞാൻ ചുമ്മാ പറഞ്ഞ 3300 കറക്റ്റായി കേട്ടോ. ഓ ഗൈസ് ഡീസൽ ഫുള്ളായി. പക്ഷേ ഡീസൽ ഫുള്ളായി ഗൈസ്. ഡീസൽ ഫുള്ളായി. ആഡ് ബ്ലൂ 4 ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഇനി നേരെ കൊണ്ട് വണ്ടി വിടുക, വീട്ടിൽ പോവുക. വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗൈസ്. ഗുഡ് ബൈ.